പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേകം വന്ദനം. എല്ലാവർക്കും 2025 എന്ന പുതിയ വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ വർഷം ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു, നല്ലവനായിരുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിന് വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് മഹത്വം. എല്ലാ സ്തുതിയും പുകഴ്ചയും യേശുവിനെ അർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ഓമന കുമാരനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ യാഗമായി തന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നു. BC AD ആയി ചരിത്രത്തെ രണ്ടായി യേശു തിരിച്ചു. ദൈവമില്ല എന്ന് പറയുന്നവർക്ക് 2025 എന്ന വാക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല. കാരണം 2025 എന്ന വാക്ക് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യേശു ഈ ഭൂമിയിൽ വന്നു, യേശു മാനവജാതിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചേ തീരും. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി പോലും പറയണം 2025 വർഷം എന്നുള്ളത് യേശുവിൻ്റെ വരവോട് സംഭവിച്ചതാണ്. കർത്താവിന് മഹത്വം. ഈ വർഷം വലിയ നന്മകൾ കാണും, വലിയ ഉയർച്ചകൾ കാണും, വലിയ സമൃദ്ധി കാണും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ അടുക്കലേക്ക് അനേക നന്മകൾ കടന്നു വരും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് സങ്കീർത്തനം 128 പറയുന്നു. യഹോവയെ ഭയപ്പെട്ട് അവനവൻ്റെ വഴിയിൽ നടക്കുന്നവനല്ല, അവൻ്റെ വഴിയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നീ അനുഗ്രഹീതൻ, നിനക്ക് നന്മ വരും. ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭയത്തോടെ ദൈവ വഴിയിൽ നടക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. യോബിനെ കുറിച്ച് വായിക്കുന്നു, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ, ദൈവഭയമുള്ളവൻ. കൊർന്നല്യോസിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ സകല കുടുംബത്തോടുകൂടി ദൈവത്തെ ഭയപ്പെട്ടു. അവൻ്റെ വീട്ടിൽ ദൈവദൂതൻ ഇറങ്ങി വന്നു. അവൻ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. യോബ് ദൈവഭക്തിയുള്ളവനായിരുന്നു. ദൈവഭക്തിയെ മുറുകെ പിടിക്കുക. വെറുതെയാണോ അവൻ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നത്? പിശാച് ദൈവത്തോട് പറയുകയാണ്, യോബ് ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്ന അവന് ഒത്തിരി അനുഗ്രഹം ഉള്ളതുകൊണ്ട്. അനുഗ്രഹം മുഴുവൻ എടുത്തു മാറ്റിയിട്ടും ഭക്തിയെ എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല. ഈ പുതിയ വർഷം നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ ഭയഭക്തി ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്തതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇരട്ടിയാകുന്ന വർഷം, എല്ലാ നന്മകളും ഇരട്ടിയാകുന്ന, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലും തിരിച്ചു പിടിക്കുന്ന വർഷം, പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം തരുന്ന വർഷം, സമൃദ്ധിയുടെ വർഷം, ഉയർച്ചയുടെ വർഷം, മാന്യതയുടെ വർഷം, വാങ്ങിയതിനേക്കാൾ അധികം കൊടുക്കുന്ന വർഷം, ബഹുമാനങ്ങളുടെ വർഷം, തല ഉയർത്തുന്ന വർഷം, ചീത്തപ്പേരുകൾക്ക് പകരം മാന്യതയുടെ പേര് ലഭിക്കുന്ന വർഷം, ഉന്നതികളിൽ വാഹനമേറ്റി ഓടുമാറാക്കുന്ന വർഷം, വാലല്ല തലയാക്കുന്ന വർഷം, സകല സമൃദ്ധിയും സകലത്തിൽ സുഖവും ശുഭവുമായി ഇരിക്കുന്ന വർഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീസസ് എവരിഡേ കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരും ഈ വർഷം കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ നന്മകൾ കാണും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோம். നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோம். ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമந்தீரே நன்றி.
Ebenezere, Ebenezere, ഇന്നാൾ വരെ സുമന്നവരെ. Ebenezere, Ebenezere, എൻ நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே, நன்றி, 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 நன்றி. கரு போல சுமந்தீரே, நன்றி. நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கரு போல காத்தீரே, நன்றி. என் இதயாமல் சுமந்தீரே, நன்றி. ஒரு கரு போல காத்தீரே, நன்றி. என்னை சிதையாமல் சுமந்தீரே, நன்றி. Ebenezere, Ebenezere, இந்நாள் வரை சுமந்தவரே. Ebenezere, Ebenezere, என் நினைவாய் இருப்பவரே. Ebenezere, 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 இந்நாள் வரை சுமந்தவரே. Ebenezere, Ebenezere, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே, நன்றி, 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 நன்றி. கரு போல சுமந்தீரே, நன்றி, 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 நன்றி. இதயத்தில் சுமந்தீரே, நன்றி, 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 நன்றி. கரு போல സുമന്തീരേ, നന്ദി. നന്ദി കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ ചുമക്കുന്നതിനായി നന്ദി. ഓരോ ദിവസവും അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് ഞങ്ങളെ ചുമക്കുന്നല്ലോ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. എബിനേസറേ, ദൈവം എനിക്ക് തന്ന ഒരു വചനം, ഒരു പ്രത്യേക വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹൂദ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജ്ഞാനികൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു എന്ന് പറഞ്ഞ് വന്ന ആ ഭാഗമാണ്. ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ ഹേരോദാവ് ശാസ്ത്രിമാരെയും പരീശന്മാരെയും അതുപോലെ മഹാപുരോഹിതന്മാരെയൊക്കെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? ആ ചോദ്യത്തിന് മറുപടിയാണ്, അതിനെ ഒരു പ്രവാചക പുസ്തകത്തിലുള്ള വചനമാണ്. അവർ പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ബേത്ലഹേമിൽ ജനിക്കും. 1-ാമത്തെ വാക്യത്തിൽ, ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. 3 വിദ്വാൻമാരെത്തി എന്നാണ്
എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. കാരണം കൊച്ചുനാൾ മുതൽ നമ്മുടെയൊക്കെ വീട്ടിലെ പുൽക്കൂട്ടിൽ 3 വിദ്വാൻമാരേ ഉള്ളൂ. 3 വിദ്വാൻമാർ. കാരണം ഈ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വിദ്വാൻമാരുണ്ടെങ്കിൽ നമുക്ക് വലിയ ചിലവാണ്. അതുകൊണ്ട് 3 വിദ്വാൻമാരാണെങ്കിൽ പൈസ വളരെ കുറവാണ്. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ പുൽക്കൂട്, വീട്ടുമുറ്റത്ത് പുൽക്കൂടുണ്ട്, നക്ഷത്രമുണ്ട്, അത് യേശു കുഞ്ഞുണ്ട്, ജോസഫ് ഉണ്ട്, മേരി ഉണ്ട്, പിന്നെ ആട്ടിടയന്മാരുണ്ട്, വിദ്വാൻമാരുണ്ട്. ഇതെല്ലാം കടയിൽ പോയി മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഈ വിദ്വാൻമാർക്കും ആട്ടിടയന്മാർക്കുമാണ്. വിദ്വാൻമാർക്ക് 15 രൂപയാണ്. അവരിത്തിരി വലിയ ആൾക്കാരാണ്. ആട്ടിടയന്മാരും വലിയ ആൾക്കാരാണ്. പിന്നെ വില ജോസഫിനും മേരിക്കും. അവർ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചെറിയ രൂപമാണ്. മറ്റേത് 15 രൂപയാണ്, ഇത് 10 രൂപ കിട്ടും. യേശു കുഞ്ഞിന് 5 രൂപയുള്ളൂ. വളരെ വില കുറവായിട്ട് കിട്ടുന്നത് യേശു കുഞ്ഞിനെയാണ്. പിന്നെ അതിനേക്കാൾ വിലയുള്ള പാർട്ടികളുണ്ട്. അതിനകത്ത് ഈ കഴുത, പിന്നെ പശുവിനെയൊക്കെ മേടിക്കാൻ കിട്ടും. ഇതെല്ലാം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം പുൽക്കൂട്ടിനകത്ത് വെക്കുമ്പോൾ പശുവിന് 10, 20 രൂപ, 25 രൂപയൊക്കെ ആവും. കഴുതയ്ക്ക് അതുപോലെ ഒരു 20 രൂപയൊക്കെ ആവും. അപ്പോൾ ഈ കന്നുകാലികൾക്കൊക്കെയാണ് മൂല്യം. ഏറ്റവും വില കൂടിയത് കന്നുകാലിക്കും, ഏറ്റവും വില കുറഞ്ഞത് യേശുവിനും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വില കൂടിയത് കർത്താവിനാണ്. കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഏറ്റവും മൂല്യമുള്ളത്. അപ്പോൾ ഈ വിദ്വാൻമാർ 3 പേരാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. വേദപണ്ഡിതന്മാർ പറയുന്നത് ഒരു 300ഓളം വരുന്ന വിദ്വാൻമാരുടെ സംഘമാണ് പുറപ്പെട്ടത്. അത് കിഴക്ക് നിന്ന്, ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുന്നു. നമുക്ക് പറയാം കേരളത്തിൽ നിന്നാണെന്ന് വിചാരിക്കട്ടെ. കാരണം കുറച്ച് വിവരമുള്ളവരൊക്കെ കേരളത്തിലാണെന്നല്ലോ, വിദ്യാഭ്യാസത്തിലും എല്ലാം. നമ്മുടെ അപ്പച്ചന്മാരാണെന്ന് കൂട്ട്. അത് നമുക്കും ഒരു അഭിമാനമാണ്. അവരെല്ലാവരും കൂടി ഇവിടുന്ന് പുറപ്പെട്ടു. നക്ഷത്രം കണ്ടതുകൊണ്ടാണ് അവർ പുറപ്പെട്ടത്. ചരിത്രം പറയുന്നു ഏകദേശം 2 വർഷം യാത്ര ചെയ്തെന്നാണ്. ഈ നക്ഷത്രം നോക്കി പോകണം. ഷിപ്പിലൊന്നും പോകാൻ പറ്റത്തില്ല. നക്ഷത്രം കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം. നക്ഷത്രം ഏത് വഴിക്ക് പോകുന്നു ആ വഴിക്ക് പോകണം. നക്ഷത്രം തമിഴ്നാട്ടിൽ കയറിയ വിദ്വാൻമാർ, ജ്ഞാനികൾ തമിഴ്നാട്ടിൽ കയറണം. UP-യിലോട്ട് നക്ഷത്രം പോയ ആ വഴി പോകണം. അങ്ങനെ 2 വർഷം കൊണ്ടാണ് ഈ 300 പേരുടെ സംഘം, ജ്ഞാനികളുടെ സംഘം യെരുശലേമിലെത്തിയത്. അതും അവർ മാത്രമാണോ? ഇവർ വലിയ സമ്പന്നരായ രാജാക്കന്മാരൊക്കെയാണ്. ഇവരുടെ കൂടെ സൈന്യമുണ്ട്. എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ ഒരു 1000 പേരുടെ ഒരു ബറ്റാലിയനാണ്. ഇവരിങ്ങനെ വന്ന് ഈ കൊട്ടാരത്തിലോട്ട് വന്ന് കയറിയപ്പോൾ യെരുശലേമും ഹേരോദാവും അമ്പരന്ന് പോയെന്ന് അവിടെ എഴുതി. അവരെന്താ അമ്പരന്നത്? അവരമ്പരന്നത് യേശു കുഞ്ഞ് ജനിച്ചതല്ല വിഷയം. കാണാൻ വന്ന വ്യക്തികൾ ഒരു ബറ്റാലിയനെ കണ്ട് പേടിച്ചതാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, ഹേരോദാ രാജാവ് ഇത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. വലിയ പുള്ളികളാ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അതായത് അവർ പറയുന്നുണ്ട്, കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കിഴക്ക് കണ്ടു. യേശു ജനിച്ചെന്ന് ആദ്യം ഒരു നക്ഷത്രം അറിയിച്ചത് കിഴക്കാണ്. യേശു ജനിച്ചെന്ന് അറിഞ്ഞ ഏറ്റവും വലിയൊരു കൂട്ടം പുറപ്പെട്ടത് കിഴക്ക് നിന്നാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യയെ ദൈവം മറന്നു കളഞ്ഞില്ല. രക്ഷകൻ വന്നപ്പോൾ ആദ്യം അറിവ് കൊടുത്തത് ഇന്ത്യക്കാരോടാണ്. ദൂതന്മാരിറങ്ങി വന്ന് ബേത്ലഹേമിലെ ആട്ടിടയന്മാരോട് പറഞ്ഞു. അതെല്ലാം ആ നാടിന് ദൈവം വെച്ചിരിക്കുന്ന നന്മയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം, കിഴക്കുള്ള നാം വളരെ വിലപ്പെട്ടവരാണ്. ഇന്ത്യക്കാരെന്ന രീതിയിൽ പലസ്തീന്, അതായത് യെരുശലേമിൻ്റെ കിഴക്ക് വശത്തുള്ള നാം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മാത്രമല്ല യേശു കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ തോമസ് അപ്പോസ്തലനെ നമ്മുടെ കൊച്ചു നാട്ടിലേക്ക് വിട്ടില്ലേ? കേരളത്തിൽ വന്ന് എത്ര സഭകളുണ്ടാക്കി,
നിരണം, പാലയൂർ, നിലക്കൽ, കോട്ടയ്ക്കാവ്, കൊത്തമംഗലം, കൊല്ലം, മാല്യങ്കര, പിന്നെ ഒരു അരപ്പള്ളി, 7.5 പള്ളികൾ എന്നാണ് പറയുന്നത്. അതെല്ലാം സഭകളായിരുന്നു. ഇന്നതെല്ലാം പള്ളികളായി. പലയിടത്തും തോമസ് അപ്പോസ്തലൻ സ്നാനപ്പെടുത്തിയതെല്ലാം കരിങ്കല്ലിൽ പലയിടത്തും കൊത്തിവെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ നിന്നുകൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ രഹസ്യമായി അവർ മറച്ച് സൂക്ഷിക്കുന്നുമുണ്ട്. സത്യം എന്തായാലും സത്യമാണ്. അപ്പോൾ ദൈവം, യേശു കർത്താവ് ഇന്ത്യയെ, മലയാളിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ എത്ര വലിയ തെളിവുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മെ, ഇന്ത്യയെ, മലയാളികളെ കർത്താവിന് വേണം. നാം കർത്താവിനെ വളരെ 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 വിലപ്പെട്ടവരാണ്. അങ്ങനെ പുറപ്പെട്ട ഈ വിദ്വാൻമാർ വന്നപ്പോൾ ഹെരോദ രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി യേശുവിനെ നമസ്കരിക്കുക, ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ വിദ്വാൻമാരെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു മീറ്റിംഗ് ആരംഭിച്ചു, ബൈബിൾ ക്ലാസ്. അങ്ങനെ ഈ ശാസ്ത്രിമാരും പുരോഹിതന്മാരും വന്നിട്ട് പറഞ്ഞു, ബേത്ലഹേമിലാണ് ഈ വലിയ രാജാവ് ജനിക്കുന്നത്. അപ്പം ഞാൻ ഈ ചരിത്രം പറയാനല്ല ഇത് പറഞ്ഞത്, ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അതായത് അവർ വായിച്ച വാക്യം ഇതാണ്: യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാർ ഒട്ടും ചെറുതല്ല. ബേത്ലഹേം എന്ന് പറയുന്നത് ഒരു കൊച്ചു സ്ഥലമാണ്, വലിയ മൂല്യങ്ങളൊന്നുമില്ലാത്ത, ഇപ്പോൾ പാലസ്തീൻകാരുടെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ്. യെരുശലേമിൻ്റെ കയ്യിൽ പോലും അല്ല, പാലസ്തീൻ്റെ കയ്യിലാണ്. വലിയ മൂല്യങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ നീ ഒട്ടും ചെറുതല്ല. കാഴ്ചയിൽ നീ ചെറുതായിട്ട് തോന്നും ബേത്ലഹേമേ, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. നിനക്ക് തോന്നും നീ ചെറുതാണെന്ന്. എന്നാൽ നിന്റെ വലിപ്പം എന്താണെന്ന് അറിയാമോ? നിന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. കൊച്ചു സ്ഥലമായ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. കാരണം ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ പ്രഭുവിനെ, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ജനത്തെ മേയ്പ്പാനുള്ള തലവൻ ക്രിസ്തു മശിക നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഏറ്റവും വലുത് ഏറ്റവും ചെറുതിൽ നിന്ന് പുറപ്പെടും. അതാണ് സന്ദേശം. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും വലിയ നന്മകൾ പുറപ്പെട്ടു വരാൻ പോകുന്നു. ഏറ്റവും വലിയ നന്മകൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ചെറിയ ചെറിയ ചില കുടുംബങ്ങളിൽ നിന്ന് വലിയ നന്മകൾ പുറപ്പെട്ടു വരും. ആരും അറിയാത്ത, ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചെറിയ ചെറിയ വ്യക്തികളിൽ നിന്ന് വലിയ കാര്യങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകുന്നത് പോലെ ചെറിയ വ്യക്തികളിൽ നിന്ന്. ബേത്ലഹേമ്യനായ ഇശായിയുടെ കുടുംബത്തിൽ ഒത്തിരി മക്കളുള്ള കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനിൽ നിന്ന് ഒരു രാജാവ് പുറത്തു വന്നില്ലേ? ബേത്ലഹേമ്യനായ ഇശായിയുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആ മോനെ ഇശായിക്ക് പോലും വലിയ മൂല്യമില്ല. എല്ലാ മക്കളെയും മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ നിരത്തി നിർത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ദാവീദിന്റെ പേരേ പറയുന്നില്ല. അവൻ ഒരുത്തനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുകയാണ്, മൂല്യമില്ലാത്തവൻ. എന്നാൽ അവനിൽ നിന്ന് ഇസ്രായേലിന്റെ ഒരു തലവൻ എഴുന്നേറ്റ് വന്നു. ഇതുപോലെ ദാവീദ് പിന്നത്തേതിൽ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ ദൈവം എന്നെ ചേർത്തുകൊണ്ടു. അപ്പനും അമ്മയ്ക്കും പോലും മൂത്തവരോളം എനിക്ക് മൂല്യം തരാൻ കഴിയാതെ പോയി. എന്നാൽ എൻ്റെ ദൈവം എന്നെ കണ്ടു, തിരഞ്ഞെടുത്തു. ഇസ്രായേലിനെ മേയ്ക്കുന്ന ഒരു തലവനാക്കി ദാവീദിനെ മാറ്റിയ ദൈവം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, നിങ്ങളുടെ ചെറിയ സാഹചര്യങ്ങളെ കണ്ട് നിങ്ങൾ ക്ഷീണിക്കരുത്. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ആ കൊച്ചു വീട്ടിനകത്ത് നിന്ന്, ആ വാടക വീട്ടിനകത്ത് നിന്ന്, നിങ്ങളുടെ കൊച്ചു ജീവിതത്തിൽ നിന്ന്, ആ കൊച്ചു കൂരയ്ക്കകത്ത് നിന്ന്
ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ തലവന്മാർ പുറപ്പെട്ടു വരും. ഇത് കേൾക്കുന്ന പല മാതാപിതാക്കളോട് ഞാൻ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരോളം കഴിവോ മികവോ ഉള്ളവരായിരിക്കില്ലെങ്കിലും, നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലെ അവരെത്തിയില്ലെങ്കിലും, അവരിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് വലിയ തലവന്മാർ, വലിയ അപ്പോസ്തലന്മാർ, വലിയ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാർ, ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷകന്മാർ, ഈ കാലഘട്ടത്തിൻ്റെ പാസ്റ്റേഴ്സ്, ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഉപദേഷ്ടാക്കന്മാർ, ഗുരുക്കന്മാർ പുറപ്പെട്ടു വരും. പ്രസിദ്ധന്മാർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരും. അതുകൊണ്ട് അല്പകാര്യങ്ങളിലെ ആരംഭത്തെ ഒരിക്കലും തുച്ഛീകരിക്കരുത്. സർവഭൂമിയിൽ ഊടാടി ചെല്ലുന്ന ദൈവത്തിൻ്റെ കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള കൊച്ചു തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു എന്ന് വായിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ ഉന്നതന്മാർ എഴുന്നേറ്റ് വരും. അപ്പൊ ചെറുതെന്ന് പറഞ്ഞ് കളയരുത്. വലിയ തലവന്മാർ. ശമൂവേലിന്റെ ചരിത്രം അതല്ലേ? മുലകുടി മാറിയ ശമൂവേലിനെ അമ്മ പുരോഹിതന്റെ അടുക്കലാക്കി. പുരോഹിതന് ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അവൻ വലിയ തലവനായി വന്നു. ചെറിയവരിൽ നിന്ന്, ആര് ശ്രദ്ധിക്കാത്ത ചെറിയവരിൽ നിന്ന് വലിയ തലവന്മാർ എഴുന്നേറ്റ് വന്നു. എല്ലാവരും വലിയവരെ ശ്രദ്ധിക്കുന്നത് വലിയിടത്താണ്. വലിയവന്മാരെപ്പോഴും രാജകൊട്ടാരങ്ങളിലല്ലേ ഉള്ളത് എന്ന തെറ്റിദ്ധാരണയിലാണ് വിദ്വാൻമാർ പോലും നക്ഷത്രത്തിൽ നിന്ന് കണ്ണെടുത്ത് ഈ കൊട്ടാരത്തിലോട്ട് കയറിയത്. കാരണം രാജാക്കന്മാർക്കല്ലേ രാജകുമാരന്മാർ ജനിക്കുന്നത്. എന്നാൽ ഇത് രാജാവ് ജനിച്ചിരിക്കുകയാണ്. രാജകുമാരൻ ജനിച്ചു എന്നല്ല പറഞ്ഞത്, യഹൂദന്മാരുടെ രാജാവായി പറന്നവൻ. ആരും രാജാവായി പറക്കുന്നില്ല. രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ട് രാജകൊട്ടാരത്തിൽ പറക്കാറുണ്ട്. ശലോമോൻ രാജകുമാരനായിരുന്നു. അബ്ശാലോം രാജകുമാരനായിരുന്നു. എന്നാൽ യേശു രാജാവായി പറന്നു. ഇതുപോലെ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉന്നതന്മാർ പുറത്തു വരും. ഈ പുതിയ വർഷം നിങ്ങളത് കാണും. യേശുവുമായി ചേർന്ന് നിന്നു, യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, യേശുവിൽ ആശ്രയിക്കുന്ന, കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന, കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയർന്ന ഗവൺമെൻറ് തലത്തിൽ ഉയർന്നവർ എഴുന്നേറ്റ് വരും. രാജ്യത്തെ നയിക്കുന്ന നായകന്മാർ എഴുന്നേറ്റ് വരും. വലിയ ശക്തന്മാർ എഴുന്നേറ്റ് വരും. വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവർ എഴുന്നേറ്റ് വരും. വലിയ കലാകാരന്മാർ, സിനിമാ ലോകത്ത് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ഇന്ന് വരെയും ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള മീഡിയ കൈകാര്യം ചെയ്യുന്നവർ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. യേശുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ചിലർ എഴുന്നേറ്റ് വരും. ഇന്ന് വരെ ഭൂമി കാണാത്ത ശക്തന്മാർ എഴുന്നേൽക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഈ വർഷം കാണും. ഈ പുതിയ വർഷം അത് സംഭവിക്കും. അത് നിങ്ങളുടെ വീട്ടിലാണ്. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടി വായിക്കുക. യഹൂദ പ്രദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. ഇനി നീ നിന്നെ തന്നെ ചെറുതായി കാണരുത്. നിന്നിൽ നിന്ന് വലിയ കാര്യങ്ങൾ, ജീവജല നദി ഒഴുകും, വലിയ അഭിഷേകം ഒഴുകും. നിന്റെ കൊച്ചു ഭവനം അത്ഭുത ഭവനമായി തീരും. നിന്റെ വീട്ടിൽ നിന്ന് വലിയ മിനിസ്ട്രികൾ പുറത്തു വരും. നിന്റെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷത്തിലെ ആദ്യ ദിവസത്തിലെ സന്ദേശം ആയിരങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ട എല്ലാവരുടെ മേലും ഒരു പുതിയ ധൈര്യം, പുതിയ ബലം, പുതിയ കൃപയുണ്ടാകട്ടെ. ഒരു പുതിയ തുടക്കം ഇന്ന് മുതൽ ഇവർക്കുണ്ടാകട്ടെ. സൗഖ്യങ്ങൾ മാത്രമല്ല, സൗഖ്യമാക്കുന്നവരായി ഇവർ മാറട്ടെ. സാമ്പത്തിക പ്രശ്നത്തിൽ വിടുതൽ മാത്രമല്ല, അനേകരെ വിടുവിക്കുന്നവരായി ഇവർ മാറട്ടെ. ഈ കാലഘട്ടത്തിൽ ഒരു ചരിത്രം ചമയ്ക്കാൻ യേശു വന്നതുപോലെ ഇവരും ഈ കാലഘട്ടത്തിൽ ജനിച്ചിരിക്കുന്നത് അത്ഭുതങ്ങൾ ചമക്കാനാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ ഉപകരണങ്ങളായി കുടുംബങ്ങൾ തീരട്ടെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പുതിയ വർഷത്തെ അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു,
യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ പുതിയ വർഷത്തിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനവും സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും അബ്രഹാമിൻ്റെ ഭൗമികമായ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ കവിഞ്ഞൊഴുകുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നിറയാം. നമുക്ക് നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന, പുതിയ വർഷത്തിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷനിൽ വെച്ചുകൊണ്ട് രാവിലെ 10:30 കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.